ഹായ് വ്യൂവേഴ്സ്, ഇന്ന് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ മത്സരാർത്ഥികളുടെ മുന്നോട്ടുള്ള യാത്രയെ ബാധിക്കുന്ന രണ്ട് ഘടകങ്ങളുമായിട്ടാണ് റിനീഷ വന്നിരിക്കുന്നത്. ഒന്ന് നമുക്ക് കാണാൻ പറ്റും ഇൻഫിനിറ്റി പെൻഡൻറ്റും, അതർ വണ്ണ് റെഡ് ബാൻഡും. റിനീഷ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഒന്ന് ഇൻഫിനിറ്റ് പെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു കോൺഫിഡൻസ് തരും മത്സരാർത്ഥികൾക്ക്. മറ്റേത് റെഡ് ബാൻഡ് ജേണിയെ ബാധിക്കുന്നതും നല്ലൊരു സൂചന തരുന്നതാണ് റെഡ് ബാൻഡ്. അങ്ങനെ ഈ എപ്പിസോഡ് ജഡ്ജസിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നതായിരുന്നു. ഇന്ന് ടീം ആക്കുന്നത് ക്യാപ്റ്റനെ വെച്ചല്ല. ഒരു ബൗളിൽ റനീഷ, അഖിൽമാരാർ, രഞ്ജിനി, റിയാസ് എന്നെഴുതിയ പേപ്പറിലുണ്ടാവും. അത് എടുക്കുന്ന ആൾക്കാർക്കായിരിക്കും ഓരോ ടീമിനായിട്ട് വരിക. അതായത് അഖിൽമാരാറിൻ്റെ എടുക്കുമ്പോൾ അഖിൽമാരാറിൻ്റെ ടീം, റനീഷ, അങ്ങനെ 4 ടീമാക്കിയിട്ട് ഇവരെ 2 വശത്തായിട്ട് ഇരുത്തുന്നു. ഫസ്റ്റ് ടീമായിട്ട് അഖിൽമാരാറിൻ്റെ ടീമിനെയാണ് വിളിക്കുന്നത്. അതായത് 140 കിലോ ഉള്ള വെയിറ്റുള്ള ബാർബെല്ല് പൊക്കിയിട്ടാണ് രാകേഷ് മത്സരിക്കുന്നത്. സാബിറ 20 കിലോൻ്റെ കെറ്റിൽ ബെൽറ്റ് പൊക്കുന്നു. വീണ്ടും രാകേഷ് പുഷപ്പ് മോഡലിൽ 10 കിലോ ഡംബൽ എടുക്കുന്നത്. വിജയിച്ച് രണ്ടാമത്തെ ടാസ്കിലേക്ക് കടക്കണം. ഇത് ഒരു ടാസ്ക് കഴിഞ്ഞ് വിജയിച്ച് കഴിഞ്ഞാൽ ഇവരെടുത്തൊരു പസിൽസ് ഉണ്ടാവും. ആ പസിൽസ് എടുത്തിട്ട് മെയിൻ ഭാഗത്തൊരു ബോക്സ് ഉണ്ടാവും. അതിൽ ഈ 4 പസിൽസ് കൂടിയിട്ട് അവർ കൊണ്ടുപോയി വെക്കണം. അടുത്ത മത്സരം ചെയ്യുന്നത് തീറ്റ മത്സരമാണ്. അത് നമ്മുടെ ഷിജുവും പിന്നെ അഭിരാമും കൂടിയാണ് ചെയ്യുന്നത്. അത് ഭംഗിയായിട്ട് അവർ ആ ടാസ്ക് വിജയിച്ചു. ഈ ടാസ്ക് വിജയിച്ചു കഴിഞ്ഞാൽ ഇതിൽ കിട്ടുന്ന പസിൽ എടുത്തിട്ട് നമ്മളെ മെയിൻ ഭാഗത്തുള്ള ബോക്സിൽ കൊണ്ടുപോയി ഇടണം. ഇനി അടുത്ത പസിൽ ചെയ്യുന്നത് ഷിജിത്തും പ്രണവും കൂടിയായിട്ടാണ്. ഒരു ഹോൾഡറിൽ 2 ബൗളിൽ 3 അപ്പുറത്ത് ഇപ്പുറത്തുമായിട്ട് ഇത് വെച്ചിട്ടുണ്ട്, ബോൾ. അത് നമ്മൾ ഈ ഹോൾഡറിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും വെച്ച് അത് വിജയകരമായി അവർ പൂർത്തീകരിച്ചിട്ടുണ്ട്. അടുത്ത റൗണ്ട് നമ്മുടെ താഷിയും എൽദവും കൂടി, അതായത് ബൗള് ഒന്നിനു പുറകെ ഒന്നായി നിരനിരയായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു തീപ്പെട്ടി ഫ്ലിപ്പ് ചെയ്ത് ഓരോ ബൗളിൽ ആദ്യത്തെ ബൗള്, രണ്ടാമത്തെ ബൗള്, മൂന്നാമത്തെ ബൗള്, അങ്ങനെ 3 ബൗളും നല്ല വിജയകരമായിട്ടാണ് എൽദവും പിന്നെ താശയും കൂടി ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് മെയിൻ ബോക്സിൽ ഓരോ പസിൽസ് ഇടുന്നില്ലേ, ആ പസിൽസ് എല്ലാം കൂടിയിട്ട് പസിൽ ബോർഡിൽ നല്ല വൃത്തിയിൽ ഓർഡറിലനുസരിച്ച് വെച്ചാൽ ഈ ടീം വിജയിച്ചു. ഇപ്പോൾ ടീം വിജയിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയിരിക്കുന്ന നമ്മുടെ ഷിജുവിനാണ്. ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഷിജുവിന് ഇത് ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടുന്നത്.